ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഞാൻ ഇവിടുന്ന് മൂവിങ് പരിപാടികളുണ്ട്. ഇഫ് യു നോ ഞാനിപ്പോൾ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യണേ. ആൻഡ് നമ്മളൊരു കുട്ടി പാർട്ടീഷനിലേക്ക് മാറണം. ആൻഡ് ദിസ് ഇസ് വെയർ ദ ലൈഫ് സ്റ്റാർട്ട്സ്. ആൻഡ് ഇറ്റ്സ് ബീൻ അറൗണ്ട് ഐ തിങ്ക് 20 മോർ ദാൻ 20 days ഐ എം ഹിയർ. ആൻഡ് ഇന്ന് 31st January ആണ്. അപ്പോൾ ഇന്നായിരുന്നു എൻ്റെ ഒറിജിനൽ ചെക്കൗട്ട് ഡേറ്റ്. പക്ഷേ കുറച്ച് റീസൺസ് കൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ബിക്കോസ് ഓഫ് ദ സെയിം ഐ വിൽ ബി മൂവിങ് കുറേ സ്റ്റഫ് ടുഡേ അല്ല ടുമോറോ ടു ദാറ്റ് പാർട്ടിഷൻ. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ കുട്ടി ലൈക്ക് ഷീ വിൽ ബി മൂവിങ് ടുമോറോ. സോ ഞാൻ അവളുടെ ഒപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ഇന്ന് കുറേ നേരം കിടന്നുറങ്ങി. ലൈക്ക് ഇന്നലെ ബ്രിഡ്ജറ്റിനൊക്കെ കണ്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും കാണാനുണ്ട്. ആൻഡ് ഇന്ന് ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇവിടെ വന്നിട്ട് എണീറ്റത്. ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 9:30 സംതിങ് ആയി. കാരണം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര നേരം കിടന്ന് ഉറങ്ങണത്. ബിക്കോസ് ഐ വാസ് സോ ടയേർഡ് ഫോർ വാട്ട് റീസൺ ആയിരുന്നു. ഇന്നലെ കുറച്ച് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ എൻ്റെ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സാറാ സറോഷിനെ കണ്ട് ഇൻസ്പയർ ചെയ്ത് ഞാൻ വരുന്ന സമയത്ത് ഒരു ലോഡ് കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ യെസ്, ദാറ്റ് ഈസ് ദ ചോക്ക. യെസ്, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ഞാൻ ഇന്നലെ നമ്മുടെ മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്തു. ആൻഡ് ബിഫോർ ദാറ്റ് എനിക്ക് ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ബഡ്ജറ്റൊക്കെ നോക്കിയപ്പോൾ ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഒരു ഐസ്ക്രീം ഇറ്റ് വാസ് ഷുഗർ ഫ്രീ. അപ്പം അങ്ങനെ വാങ്ങി. സോ ഫ്രം കരീം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ സെറ്റിൽഡ് ആണ്. ഞാൻ രാവിലെ പോയപ്പോഴും കുറച്ച് ഫ്രൂട്ട്സ് താഴ്ത്തു നിർത്തിയിട്ട് വന്നു ഫ്രം ദ ബുഫേ. ആൻഡ് അപ്പോൾ ഞാൻ ഇന്നലെ ആ വീഡിയോ ഫൈനലി പോസ്റ്റ് ചെയ്തു. കാരണം ലൈക്ക് ഞാൻ ആ വീഡിയോ ഒരു 4-5 പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്. ഞാനത് എടുത്തത് ജാനുവരിയിൽ ഞാൻ വന്ന സമയത്താണ്. ജാനുവരി എന്ന് പറഞ്ഞാൽ ഇത് ജാനുവരിനെ പക്ഷേ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തത്. അപ്പോഴും എനിക്ക് അത്ര വലിയ ഷോറിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ സ്ഥലത്തൊക്കെ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. കുറേയൊക്കെ ഇങ്ങനെ ഫംബിളാവണ കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ എനിക്കിങ്ങനെ ഓരോന്നൊക്കെ ഓർമ്മ വരും. ബട്ട് സ്റ്റിൽ ലൈക്ക് ഇറ്റ് വാസ് സംതിങ് ലൈക്ക് എ റീഅഷ്യൂറൻസ് ഫോർ മീ ദാറ്റ് യു ക്യാൻ ബിലീവ് ഇൻ യുവർ സെൽഫ് സോർട്ട് ഓഫ് സിറ്റുവേഷൻ. ആൻഡ് ഐ ആം ഇൻ ഫാക്ട് ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് ഞാൻ കുറേ വ്യൂസോ കാര്യങ്ങളൊന്നും അതിന് വന്നിട്ടില്ല. പക്ഷേ എനിക്ക് വ്യൂസിനെയും കാര്യങ്ങളും മാത്രം ഉപരി ഐ ഫീൽ ലൈക്ക് ഐ ഡിസേർവ്ഡ് ഇറ്റ്. ബിക്കോസ് ഞാൻ വെച്ചൊരു ക്യാപ്പായിരുന്നു, ഇതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതല്ല, അങ്ങനെയായിരുന്നു. സോ അതെനിക്കൊരു ക്യാപ്പാണ്. അതെനിക്കറിയില്ല ഇനിയിപ്പോൾ ഇവിടെ ലൈസൻസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. പക്ഷേ ഐ ഹാവ് ടു ഡു ദാറ്റ് because somewhere I know I do want to do things here. And somewhere again that belief of God and universe or whatever have came into my mind, and I'm like ellam work out avanam. And still I do feel alone. Like it's not that easy. കാരണം പുറത്തുനിന്നുള്ളവർ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അവൾക്ക് ദുബായിൽ പോയി, അവൾക്ക് ഹോട്ടൽ സ്റ്റേ കിട്ടി, വലിയ കമ്പനി. ലൈക്ക് it's not the glory outside, it's the കാരണം ഒന്ന് പുറത്ത് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല. ആൻഡ് ചില എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. ആൻഡ് റൈറ്റ് നൗ ഐ ചൂസ് ടു ഡു ഇറ്റ്. ബിക്കോസ് earlier ഇറ്റ് വാസ് ലൈക്ക് ഞാനിപ്പോൾ മുംബൈയിലൊക്കെ എൻ്റെ വ്ളോഗ്സ് കണ്ടാൽ ഞാൻ എല്ലാ സാറ്റർഡേ സൺഡേ അവരുടെയൊക്കെ വീട്ടിലേക്ക് വിടും. എനിക്കൊരു സ്ഥലം കൊടുക്കില്ല. കാരണം എനിക്ക് എന്നെ തന്നെ ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കും. സോ right now even if I'm scared I choose to sit with myself. It's not that easy, പക്ഷേ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അതാണ് ഇപ്പം എൻ്റെ ഫോണിൽ തീരെ ചാർജില്ല, ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചേക്കുവാണ്. സോ യെസ്, നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്നോട് പറയണം. കാരണം എനിക്കറിയില്ല, ലൈക്ക് ആൾക്കാരുടെ വ്യൂയിങ് ഫാക്ടർ എല്ലാം മാറിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ഡു വാച്ച് വ്ളോഗ്സ്. ലൈക്ക് സാറയുടെ വ്ളോഗ് ഞാൻ കാണാറുണ്ട്. ഓക്കെ, ഇതൊന്നും കണ്ട് ഞെട്ടരുത്. സോ ഞാൻ ഹോം ബോക്സിൽ നിന്ന് ഒരു കംഫർട്ടർ വാങ്ങി. ആൻഡ് ദെൻ പിന്നെ എന്താ വാങ്ങിയത്? യെസ്, പിന്നെ ഞാൻ വലിയ ഒരു സ്റ്റോറേജ് പരിപാടി മേടിച്ചിട്ടുണ്ട്. കുറച്ച് ബെഡ്ഷീറ്റ്സ്, കർട്ടൻ അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ ഹോം ബോക്സിൽ എനിക്ക് അത്യാവശ്യം നല്ല അഫോർഡബിളായി തോന്നി. ഞാൻ ആപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ആൻഡ് ഇറ്റ് ജസ്റ്റ് ടുക്ക് 1 to 2 days.
I just made this video live. ഈ വീഡിയോ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ജാനുവരി തൊട്ടിട്ട് എൻ്റെ അംഗങ്ങളാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് എങ്ങനെയാണ് ഈ കരയുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. കാരണം ഞാനും അങ്ങനത്തെ ഓരോ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇത് കരയുമ്പോൾ എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞ് ലൈക്ക് എക്സ്ട്രീമിറ്റിയിലൊന്നല്ല ഈ വീഡിയോ എടുക്കുന്നുണ്ടാവുക. ഇറ്റ്സ് ലൈക്ക് ആഫ്റ്റർ ദാറ്റ് ബ്രേക്ക് ഡൗൺ സിറ്റുവേഷൻ. ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമെന്നത്. വീഡിയോ പോയിട്ട് എന്തെങ്കിലും എൻ്റെ ലൈഫിൽ നടക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ മേ ബി 6-5 സെക്കൻഡ് ഉണ്ടായിരിക്കും, പക്ഷേ എവറി ഡേ വാസ് ലൈക്ക് ദിസ്, മോർ വേഴ്സ് ദാൻ ദിസ്. അപ്പോൾ ഇതൊക്കെ കുഴപ്പമില്ലാത്ത ദിവസങ്ങളിൽ എടുത്തിട്ടുള്ള ക്ലിപ്പുകളാണ്. വളരെയധികം കുഴപ്പമാറ്റിക് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. കാരണം നമുക്കങ്ങനെ പറ്റില്ലല്ലോ എടുക്കാൻ, എന്ത് ബോധം ഉണ്ടാവില്ല. അപ്പോൾ പേഴ്സണലി ഐ എം സോ happy and proud of myself because ഇത് more than ഒരു കൺട്രി ഷിഫ്റ്റിംഗ്. കാരണം ഇന്നത്തെ കാലത്ത് ലോകത്തെ എല്ലാ ദിവസവും ആൾക്കാർ കൺട്രി ഷിഫ്റ്റിംഗ്, എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട്. ആൻഡ് മൈ അച്ഛൻ എന്നോടൊരു ദിവസം പറഞ്ഞു, നിനക്കന്നല്ലല്ലോ ആദ്യമായിട്ട് ഈ കമ്പനിയിൽ ജോലി കിട്ടണം, നീ എന്നല്ലല്ലോ ആദ്യമായിട്ട് ദുബായിക്ക് പോകണേ. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ആദ്യമായിട്ടാണ് എനിക്കിവിടെ ഒരു ഇത് കിട്ടുന്നത്. എനിക്ക് ആദ്യമായിട്ടാണ് മോർ ദാൻ എ ജോലി, മോർ ദാൻ എ കൺട്രി മൂവ്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ വിശ്വസിച്ചെന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ സൗണ്ടും എൻ്റെ ഒരു ഇന്നർ വോയിസും മാത്രം എന്നിട്ട് വിശ്വസിച്ച് നടന്നിട്ടുള്ള ഒരു കാര്യം നടക്കണത് ആദ്യമായിട്ടാണ്. എൻ്റെ കോളേജ് അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് അന്നൊക്കെ എല്ലാവരും സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു, എനിക്ക് സപ്പോർട്ടീവ് ആയിരുന്നു കുറേയൊക്കെ. ഇതിലെന്ന് പറഞ്ഞാൽ ആരുടെയും ഒന്നും അറിയില്ല, ഞാൻ ആരോടൊന്നും പറയുന്നില്ല, ഏത് വഴി കൂടെ വരുന്നു എങ്ങനെ വഴി കൂടെ വരുന്നു ഒന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ഇന്നർ വോയിസ് മാത്രം കേട്ടിട്ട് ഞാൻ ചെയ്ത കാര്യമാണത്. ആൻഡ് അത് ഇന്നല്ല 10-30 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ പോലും എനിക്കിത് വലിയ ആയിരിക്കാം. ചിലപ്പോൾ ആയിരിക്കല്ലാണ്ട്. കാരണം നമ്മൾ ലൈഫിൽ ഫ്രണ്ട് പോകുമ്പോൾ നമുക്കിതിലും വലിയ ഒബ്സ്റ്റക്കിൾസോ അല്ലെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അന്ന്. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നിയെന്ന് വരില്ല. പരിപാടി കഴിഞ്ഞു, ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ ടൈമാണ്. ഞാൻ യൂഷ്വലി ഇങ്ങനെ കപ്പ് നൂഡിൽസോ കഴിക്കുന്ന ആളല്ല. ലൈക്ക് ഒരു 1 year 2 year ഒക്കെ ആയിട്ട് ഞാൻ മാക്സിമം ഹെൽത്തി ആയിട്ടാണ് കഴിക്കാറുള്ളൂ. പക്ഷേ due to certain circumstances I have to do this. ഇത് ബുൾഡാക്ക് ക്രീം കാർബണറ മറ്റേ ഇതാണ് കേട്ടോ, കപ്പ് നൂഡിൽസ് ആണ്. ആൻഡ് ഇറ്റ്സ് ഫൈൻ. കാരണം ലഞ്ചിന് എന്തായാലും ഇന്ന് രാത്രി പുറത്തുനിന്ന് എടുക്കണം. സോ നമ്മുടെ അപ്പോയിൻമെൻറ്റ് അറൗണ്ട് ഒരു 2:30 സംതിങ് ആണ്. ഇപ്പോൾ ഇവിടെ വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു 20 degree ഒക്കെയാണ് മാക്സിമം അവിടെ ഉള്ളൂ. സോ അറിയില്ല. ആൻഡ് ഓൾസോ ഈ വീഡിയോ ഒക്കെ എപ്പോഴാണ് ലൈവ് ആവണമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ നടക്കണതല്ലായിരിക്കും നിങ്ങൾ കാണുന്നതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. ബട്ട് യെസ്, കെറ്റിൽ മാത്രമേ ഉള്ളൂ ഇവിടെ. സോ വി കാൺ കുക്ക് ഓർ എനിത്തിങ്. ഈവൻ ഇഫ് ഐ ഹാവ് സ്റ്റാവ്, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ കുക്ക്. വീക്കെൻഡ്സിൽ മേ ബി പാർട്ടിഷനിൽ മൂവ് ചെയ്ത് ലൈക്ക് വേറെ റൂമിലേക്ക് മൂവ് ചെയ്തിട്ട് ഐ വിൽ ഹാവ് ടു ചെക്ക് ഹൗ ഇറ്റ് ഈസ്. ബട്ട് യാ, സംവെയർ ഐ എം എ ബിറ്റ് സ്കെയർഡ് ഹൗ ടു ഹാൻഡിൽ എവറിത്തിങ്. കാരണം ഒരു കുട്ടി സ്പേസിൽ എങ്ങനെ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഐ എം ഏബിൾ ടു അഫോർഡ് ദാറ്റ്. ഞാൻ മലയാളത്തിൽ ആകെ കൂടെ കാണുന്ന യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് തനി മലയാളി ചാനലാണ്. സോ ഐ ഡോണ്ട് നോ, ലൈക്ക് 1 year ആയിട്ട് ഞാൻ ആ കൂടെ കാണുന്നുണ്ട് മലയാളി. ഞാൻ മുന്നേ അധികം മലയാളം ചാനൽസ് ഒന്നും അധികം കണ്ടുകൊണ്ടിരുന്നില്ല. പക്ഷേ ആ കൂടെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ ഇത് മാത്രമാണ്. ഐ ഡോണ്ട് ഹാവ് എനി അതർ സജഷൻ. പിന്നെ എൻ്റെ ചാനൽ. ഓക്കെ, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്യാനുള്ള തോന്നലുകളൊക്കെ വളരെ കുറവാണ്. മാക്സ് ടു മാക്സ് ഐ ഡു സം സൺസ്ക്രീൻ ആൻഡ് ബ്ലഷ്. ഇന്നും അതൊക്കെ തന്നെയുള്ളൂ. കണ്ടില്ല, ഷേവ് ചെയ്യാനുള്ള മടിക്ക് ഞാൻ ഫുൾ സ്ലീവ് മാത്രമാണ് ഇട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈഫ്. ആൻഡ് ഈ സൺസ്ക്രീനൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേ ഇതൊന്നും ഞാൻ ഉപയോഗിക്കണ പോലും ഉണ്ടായിരുന്നില്ല. സോ യെസ്, ഐ എം റെഡി. ഞാനിങ്ങനെയാണ് ഗ്രോസറി വാങ്ങാൻ പോകുന്നത്. വെരി ഫാൻസി. പക്ഷേ when life happens we also have to carry what else and what not. So this is life. Only this much color you have.
സോ ഇവിടെ നിങ്ങൾക്ക് പീനട്ട് ബട്ടർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും യു ക്യാൻ ലൈക്ക് യു നോ റൈറ്റ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, ടൈം ഈസ് അറൗണ്ട് ഐ തിങ്ക് 7. ഞാനിപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഞാനിവിടുന്ന് 2 മണി സംതിങ്ങിന് ഇറങ്ങിയതാണ്. 2:30 അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. ആൻഡ് അവർ തന്ന ആദ്യത്തെ അഡ്രസ്സ് കംപ്ലീറ്റ്ലി റോങ് ആയിരുന്നു. ഇങ്ങനെ പോകുന്നിടത്ത് നമ്മൾ വളഞ്ഞ് മുക്ക് പിടിച്ച് കുറേ ദൂരം അങ്ങോട്ട് നടന്നു. ഒരു 3/4 മണിക്കൂർ 40 മിനിറ്റ്സിൻ്റെ അടുത്ത് നടന്നിട്ട് വി റീച്ച്ഡ് ദെയർ. ആൻഡ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 4 o'clock സംതിങ് ആയി. 4:30 ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും നടന്ന് മോളിൽ പോയി. കാരണം എൻ്റെ ഇപ്പോഴും ബാങ്കും കാര്യങ്ങളും ഒന്നും എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്നോട് പലരും പറഞ്ഞു അല്ലാൻ സാരി എക്സ്ചേഞ്ചിൽ പോയാൽ മതി എന്നൊക്കെ. ഐ വെൻറ്റ് ദെയർ. നൗ ദേ ആർ ലൈക്ക് അവരത് ചെയ്യണില്ല. എനിക്കിനി അറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. ആൻഡ് നാളെ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ മാറ്റുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ബേസിക് നെസസിറ്റി മതലബ് ലൈക്ക് ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം ഞാൻ ഒറ്റയ്ക്ക് അതൊക്കെ വാങ്ങുമ്പോൾ ഐ ഹാവ് ടു ക്യാരി എവറിത്തിങ് ഓഫ് മൈ ഓൺ. സോ ഞാനെന്ന് വിചാരിച്ചു എന്തായാലും നാളെ സുരഭിയുടെ ഫ്രണ്ടും വരുന്നപ്പോൾ അവളുടെ കാറിലൊക്കെ പോകണം. സോ ഐ തോട്ട് ടു ഗെറ്റ് ഓൾ ദറ്റ് ഹെവി സ്റ്റഫ്. പക്ഷേ എല്ലാം ഒന്നും കിട്ടിയില്ല, വാങ്ങിയില്ല. കാരണം ഓർഗനൈസേഴ്സ് ഒന്നും എനിക്ക് അറിയില്ല. സോ ഈ വീക്കിലുള്ള ഫ്രൂട്ട്സ് ഞാൻ എല്ലാ വീക്കും ഞാൻ പറഞ്ഞ പോലെ ഞാൻ പ്ലാൻ ചെയ്യും. ആൻഡ് ഈ വീക്കും പ്ലാൻ ചെയ്യാൻ ഓൾസോ ദിസ് ഇന്ന് വാങ്ങിയ സാധനങ്ങൾ ഓവറോൾ ബഡ്ജറ്റ് വാസ് എ ബിറ്റ് ഹൈ. പക്ഷേ ഞാൻ ഡിറ്റർജൻറ്റ് വാങ്ങി. ഇത് മറ്റേ പോഡ്സ് ആണ്, ഇതെന്തോ ഓഫറിലുണ്ടായിരുന്നു. സോ വലിയ കുപ്പി മേടിച്ച് ഐ ഹാവ് ടു ക്യാരി ദാറ്റ് എവറി വരുന്നു. പിന്നെ ഞാനൊരു പ്ലേറ്റ് വാങ്ങി. അഡൾട്ടിങ് ടു ദ മാക്സ്. പണ്ടൊക്കെ എനിക്ക് വാങ്ങേണ്ടത് ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, ക്ലോത്ത്സ്, ചപ്പൽ, ബൈങ് ബ്രെഡ്, മുട്ട ആൻഡ് വാട്ട് നോട്ട്. മുട്ട ഐ ഡോണ്ട് നോ, എന്നോട് ChatGPT പറഞ്ഞു കെറ്റിലിനകത്തിട്ടിട്ട് ഉണ്ടാക്കാൻ. സോ ഐ ഹാവ് ടു ആക്ച്വലി ട്രൈ ഇറ്റ്. അപ്പോൾ അത് പിന്നെ ഓൾറെഡി എൻ്റെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ഫ്രൂട്ട്സും പീനട്ട് ബട്ടറും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ പീക്ക് അഡൾട്ടിങ്, സ്ക്രബ്ബർ, മ്യൂസ്ലി, ഗ്രനോള, വാട്ടവർ, പിന്നെ ഒരു സ്മൂത്തി, പിന്നെ ഒന്ന് കഴിക്കാൻ കുറച്ച് ചിക്കൻ. പിന്നെ ഞാൻ മീഷോയിൽ പോയിട്ട് കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങാനും നോക്കാനും കൂടി പോയതാണ്. ഞാൻ കുറച്ചിങ്ങനെ സാധനങ്ങൾ വാങ്ങി. ക്ലിപ്സിലെ ഹാൻഡ്സ് ആൻഡ് സം ക്ലിപ്സ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എടുത്ത് വയ്ക്കാൻ ഉപയോഗിക്കലോ ആ സാധനം. ടു ബൈ മോർ സ്റ്റഫ്. പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ മേടിക്കണം. ലാഡിൽസ് മേടിക്കണം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് മേടിക്കാൻ. എനിക്ക് വായിക്കാണ്ടേ എത്ര ദൂരം നടന്നു എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ ഇത് അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇന്നത്തെ ദിവസം മിസ് ഓവർ. ഇനിയിപ്പോൾ വീട്ടിലെല്ലാവരും വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നെയൊന്നും വിളിക്കാൻ സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു സിറ്റ് ഓൾസോ. പക്ഷേ ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്. ബിക്കോസ് ഞാൻ വെറുതെ ഇരുന്നാൽ ചിലപ്പോൾ ഹോം മിസ് ചെയ്യും, പലരെയും മിസ് ചെയ്യും. സോ നൗ ദി തിങ് ഈസ് എനിക്ക് ആരെയും മിസ് ചെയ്യാനുള്ള സമയമില്ല. എന്നാലും ഞാൻ മിസ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി പോകുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്കൊരു കവറിനകത്ത് ഇട്ടിട്ട് നാളെ അങ്ങോട്ട് കൊണ്ടുപോകണം. അതൊരു തിങ്. ഇനി ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട്സ് നെക്സ്റ്റ്. ഞാൻ പോയി ഗ്രിൽഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കുറച്ച്, 1 piece. ബിക്കോസ് എൻ്റെ അപ്പറ്റൈറ്റ് ഒക്കെ ഭയങ്കര കുറവാണ് ഇപ്പോൾ. ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് തിങ്. പിന്നെ ഐ ഹാവ് എ കുട്ടി സ്മൂത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി എനിക്ക് എൻ്റെ ബഡ്ജറ്റിങ് ഇന്ന് ഓവറായോ ഔട്ടായോ ഇന്നായോ എന്നൊക്കെ നോക്കണം. യെസ് ഗായ്സ്. സോ ഞാൻ ഈ ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ആക്ച്വലി ഐ ആം ഡൺ വിത്ത് കാർഫോർക്ക ഫുഡ്. ലൈക്ക് ഞാനിന്ന് ഗ്രിൽഡ് ചിക്കനൊക്കെ വാങ്ങി, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഈ ഒരു സ്മൂത്തി മേടിച്ചു. ദിസ് ഈസ് എ മിക്സ്ഡ് ബെറി സംതിങ്. വേറെ ഷുഗറൊന്നുമില്ല. ജസ്റ്റ് ബെറീസ് ആൻഡ് യോഗർട്ട്, പിന്നെ കുറച്ച് പാലോ അങ്ങനെ എന്തൊരു സാധനം. കൈ ചുമ്മാ കിടന്ന് വിറയ്ക്കുന്നു വട്ടുപേർ. അപ്പോൾ യെസ്, അന്നത്തെ എനിക്ക് ചിക്കൻ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും നെക്സ്റ്റ് വീക്കിലത്തെ ഡിന്നറിനുള്ള ഫുൾ സാധനം ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. നാളെ ലഞ്ച് മിക്കവാറും പുറത്തുനിന്നായിരിക്കും. You can go and ask now. Okay. Yeah. So when is your friend coming tomorrow? Tomorrow I asked him to come at 11:30 something. Okay, 11:30. I don't know, bro. I have a lot of stuff, like 1 suitcase, 1 big backpack and 2 covers. I don't know. You have okay, no, you are also packing 1 bag now. I have not even started. I just segregated 2 like clothes
which I need to wash. That's it. I will do it later. I'm not going anywhere, so I will do it later. Okay, bye. Okay, bye. What to tell you? It's not easy, bro. I'm like, ഇങ്ങോട്ടൊന്ന് നോക്കൂ എൻ്റെ റൂമിൻ്റെ ഒരവസ്ഥ. ആൻഡ് ദ ക്രിട്ടിക്കൽ പാർട്ട് ഈസ് ഞാൻ ഒറ്റയ്ക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇത്രയും ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ മൂവ് ചെയ്യണം, അതിനൊപ്പം 7 ദിവസത്തേക്കുള്ള ക്ലോത്ത്സ്, ഫുഡ്, പാത്രം, അത് ഇതൊക്കെ ഇവിടെ വയ്ക്കണം. എന്നിട്ട് വേണം ബാക്കി കൊണ്ടുപോകാൻ. വൺ ഡേ ഐ തിങ്ക് അബൌട്ട് ഇറ്റ്സ് ഗുഡ് ബിക്കോസ് എനിക്ക് ഇവിടെ കുറച്ചും കൂടെ ദിവസം നിൽക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റിൽഡാണ്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ്സ് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഓക്കെ, ഐ എം നോട്ട് കംപ്ലൈനിങ്, പക്ഷേ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. എനിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കരീമെന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ പീനട്ട് ബട്ടർ ഞാൻ ഇന്ന് കാണിച്ചു തന്നില്ലേ, അതിൽ പോയിട്ട് കഴിഞ്ഞ വീക്ക് വാങ്ങിയതാണ്. കഴിഞ്ഞ 2 ദിവസം മുന്നേ, ആക്ച്വലി 2 വീക്ക് നാട്ടിൽ. അപ്പോൾ ഇത്രയും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും, ഇത്രയും ഹസിൽ ബസിലാണെങ്കിലും സംവേർ ഐ എം എൻജോയിങ് ദിസ് കെയോസ് ബിക്കോസ് നമ്മുടെ ലൈഫ് ഫ്രണ്ടിലേക്ക് മൂവ് ആകുമ്പോൾ മാത്രമാണല്ലോ നമുക്ക് ഇങ്ങനത്തെ വക പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതായത് ഫുഡ് വാങ്ങണം, കാര്യങ്ങൾ ലൈക്ക് നമ്മുടെ ലൈഫ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുക. ലൈഫിലൊരു മൂവ്മെൻറ്റും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്കും. Hey guys, good morning. So ഞാൻ ജസ്റ്റ് എണീറ്റു. ഇറ്റ്സ് അറൗണ്ട് 9:15 or സംതിങ്. താഴത്ത് ഫുഡ് കഴിക്കാൻ പോകണം. ഞാൻ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യുന്ന കാര്യം പ്ലാനർ എഴുതുന്നുള്ളതാണ്. പ്ലാനർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെയാണ് പ്ലാനറിൽ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ദിസ് ഇയർ ഐ ഹാവ് തിങ്സ് ടു ഡു ആൻഡ് ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോൾ പ്ലാനർ വാങ്ങിയത് ഡിസംബറിൽ. സോ ദിസ് ഈസ് ഫ്രം സൺഷൈൻ ക്ലബ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ആവട്ടെ, ഞാൻ എൻ്റെ വിഷൻ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ലൈക്ക് ബേസിക്കലി ഈ ബുക്കിനകത്ത് ഞാൻ എൻ്റെ ഓഫീസിലത്തെ ഡീറ്റെയിൽസ് ഒന്നും എഴുതാറില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെക്കൗട്ട് ചെയ്യാൻ എഴുതാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ മീൽ പ്രെപ്പിംഗ്, പിന്നെ ഡെയിലി കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫ്രം മൈ ഹെയർ റിമൂവൽ ടു എവറി സിംഗിൾ തിങ് ലൈക്ക് ഞാനിതിലെഴുതും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഡു ഇറ്റ്. കാരണം എൻ്റെ ഒരു സ്വഭാവത്തിന് എനിക്ക് എല്ലാത്തിനും ഒരു കറക്റ്റ് പ്ലാനിങ് വേണം. 10 രൂപ ചിലവാക്കിയാൽ പോലും ഐ നീഡ് എ പ്ലാൻ. എനിക്ക് അതിൻ്റെ ഔട്ട് പോയാൽ എനിക്ക് പാനിക് ആവുമെന്നില്ല, എനിക്കങ്ങനെ പറ്റില്ല. സോ വെനെവർ ഐ ഡൺ സംതിങ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ, എൻ്റെ ആ കൺട്രോൾ നഷ്ടപ്പെട്ട ഇറ്റ്സ് സം സോർട്ട് ഓഫ് ട്രോമ സിറ്റുവേഷൻ ഐ ഗെസ്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് മീ. ഫ്രം സ്കൂൾ ഞാൻ ഇങ്ങനെ തന്നെയാണ്. എനിക്കങ്ങനെ എൻ്റെ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്കൊരു റുട്ടീനും ഉണ്ടായിരുന്നില്ല. ലൈക്ക് നത്തിങ് വാസ് ദെയർ ടു ഡൺ. സോ ഐ എം ഹാപ്പി ദാറ്റ് ഐ അറ്റ്ലീസ്റ്റ് ഹാവ് സംതിങ് ടു ഡു. क्या है? പറയൂ. आपका डॉटर उधर से चला गया क्या? आपका डॉटर बैठी है. That is the worst addiction a person can be in. Okay, मैं अभी मेरा पूरा सामान लेके चल रही हूँ. देखो എനിക്കറിഞ്ഞൂടാ, ബാക്ക് പെയിനും എല്ലാവിധ പെയിൻസും ഉണ്ട്, പക്ഷേ ഐ ഹാവ് ടു ഡു ഇറ്റ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യെസ്, ഇനി ഇതൊക്കെ അടുത്ത സാധനങ്ങളായിട്ട് പിടിച്ച് അടുത്ത ദിവസം പോകണം. ബട്ട് വാട്ട് എവർ ഹവർ ഇറ്റ് ഈസ് ഐ എം ഓക്കെ. ഇപ്പോൾ 11:44 ആയി. സോ യാ, ഇന്ന് എന്തൊക്കെ അവിടെ ഫുൾ കാണിക്കുന്നൊന്നും എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ദ അവസ്ഥ ഇസ് ദേർ. बहुत जल्दी पार हो रहा है. कल से फिर भी किसी हो क्या? हाँ, वो चेंज करना है. कर्टन सब कुछ चेंज करना है. कर्टन आई बॉट. वहाँ सामने में you will have all grocery shop and everything. Okay. वो There. that big building ना वहाँ पे. And all kind of good South Indian, North Indian restaurant is there. I have taken this in. Okay. So I can ask them. You can ask. Yeah, today only you ask them. वो कुछ करना रहना. हाँ, तो रील बनाने के लिए फोटो नहीं ले. वैसे
वो बहुत प्लीज पायल नहीं है, शिल्पा है, ठीक है. I don't know from where you got पायल. Like suddenly I was like पायल कौन है ये पायल? एक्चुअली यू से शिल्पा हाँ. देन उनसे राइट राइट पायल तो वो भी ले रही है. क्या? मैं ब्लॉग कर रही है. ये ब्लॉग नहीं करती है. हाँ वो भी है. या तुम्हारी मैं शॉप के लिए करती शॉर्ट्स. यू मेक शॉर्ट्स ऑल्सो. हूँ. मतलब शॉक. हाँ शॉक. ओके. अभी कितने फॉलोअर्स हाँ मिला कुछ. പരിപാടി സർ ഓവർ. ഞാൻ സക്സസ്ഫുള്ളി എൻ്റെ ബാഗ് മറന്നു വെച്ചു. you're doing in Malayalam. Yeah. Mix it is. Hello. Every other language is there. When I go to Chennai, it will be in Tamil. So planning to post in YouTube. Yeah. YouTube I started again. I had paused it from March or something. Nice. But ये creator license तो लेना ही है ना. वो है प्रॉब्लम. उसके बिना वो ब्रांड डील्स कुछ नहीं कर सकते हैं. बार्टर भी नहीं कर But सकते. how have you searched? मतलब Yeah, I have the plan. But initially itself I have to pay some 1,200 कुछ तो. okay. So 2-3 forms I need to get and last form is free. But for that itself some 1,500 कुछ तो है. So maybe in 2-3 months I'll take. Doesn't required in India, no? No, इंडिया में कुछ तो नहीं है. वो प्रॉब्लम है ना. पे नहीं करते हैं. कितना. Oh my God, there were days Even I heard with a lot of people. I saw a lot of posts also. These companies not paying yeah. for the. One time I had to post about a brand on my Instagram and then they reached out to me at night 11 o'clock. Please take it down, I'll pay you. Because I was running behind them for 3 months for a payment. They were not doing. I was like, every day I'll call, they will not pick up. Once this thing happened, this lady was like, I'll lose my job, please don't do this. Then like uske I think after one day only they paid entire amount. That's the thing. And now recently last 2-3 days back also I fought with a brand. I was not able to call them. I said the same thing, I'll post something about you. They were like, oh yeah, okay, we could have ghosted you. It's like very unprofessional, you know. So yes, I reached back. 4:15 is the time and ഞാൻ സക്സസ്ഫുള്ളി എൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി. സോ മൈ പ്ലാൻ വാസ് ആ വലിയ ബാഗ് ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അതിനകത്ത് ഇട്ടുകൊണ്ട് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഗ് അവിടെ വയ്ക്കാൻ സുർവിയൊക്കെ വന്നു. ഐ തോട്ട് ദേ വോണ്ട് കം. പക്ഷേ ഇതേക്കും അപ്പോൾ ഞാൻ വെച്ച് വെറുതെ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മറന്നുപോയി. അതാണ് ഉണ്ടായത്. പേർപ്പസ്ലി എടുക്കാണ്ടിരുന്നല്ല. സോ ഐ ഹാവ് ടു ഫിഗർ സംതിങ് ഔട്ട് ഫോർ ദ നെക്സ്റ്റ് വീക്ക്. അയ്യോ ഐ ആം സോ ടയേർഡ്. ഞാൻ പിന്നെ കണ്ട പോലെ ഞാൻ മിനിസോയിലൊക്കെ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. കുറച്ച് ഓർഗനൈസേഴ്സ് പരിപാടികളൊക്കെ. ആൻഡ് ബാക്കി ഐ ഗെറ്റ് ഇറ്റ് ഫ്രം ആമസോൺ. അയ്യോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. ആൻഡ് ഇതിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പുതുതായിട്ട് ഇവിടേക്ക് വരുമ്പോൾ കിട്ടി തോന്നുന്നു. അതല്ല ഇനിയിപ്പോൾ ഇവിടേക്ക് വരാൻ പ്ലാൻ ഇല്ലേ, നാട്ടിൽ തന്നെ ഇരിക്കണമെന്ന് വെച്ചാൽ യു ഗോട്ട് എൻ്റർടൈൻഡ് ആൻഡ് സോ എ ബിറ്റ് ഓഫ് മൈ ലൈഫ്. അപ്പോൾ യെസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ വെരി വെരി സൂൺ. സോ യെസ്, ബൈ ഗൈസ്, ടേക്ക് കെയർ.